ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളി പച്ചമുളകും കൂടി ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളത് ചതഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചുട്ട തേങ്ങയാണ് ചതച്ചെടുക്കേണ്ടത്. കുറച്ച് പാടായിരിക്കും. നമുക്ക് 2 ഇട്ടിട്ട് ചതച്ചെടുത്തിട്ട് ബാക്കിയെടുക്കാം. കുറച്ച് പാടാണ്. നമ്മുടെ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പാടായിരുന്നു. നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നാക്കിയിട്ട് പിന്നെ രണ്ടാമത് ചതക്കിയത്. അല്ലാതെ തേങ്ങ വലിയ കഷ്ണങ്ങൾ ഇതിനകത്തിട്ടിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് ഉണക്കമുളക് ചതച്ചതും കൂടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തേങ്ങ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇടണം. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാക്കിയത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാലകളും ചുട്ട തേങ്ങയും എല്ലാം ചിക്കനിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അത്യാവശ്യം വെള്ളമൊക്കെയായി. നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ ഒരു ടേസ്റ്റുള്ള പോലെ ഉണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം.
നമുക്ക് കഴിച്ചു നോക്കാ. അച്ഛനുണ്ടാക്കി ചിക്കൻ കറി. ലാലേട്ടൻ്റെയാണ്, ലാലേട്ടൻ്റെ റെസിപ്പി കേട്ടോ. ഓക്കെ, കഴിച്ചു നോക്കാം കേട്ടോ. കഴിച്ചു നോക്ക്. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയല്ലേ? ആ ടേസ്റ്റ് ഉണ്ട്, വിചാരിച്ചമാരല്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചില്ല എത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിള്ളേർക്കൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റിയതാ. കൊള്ളാല്ലേ? കഴിച്ചോ. ഞാനെന്താ ടേസ്റ്റ് ഇഷ്ടമാണോ? ഇഷ്ടമായോ?